ജനജീവിതം സ്തംഭിക്കണം, പോലീസ് ഞെട്ടണം, സർക്കാർ ആടി ഉലയണം. തന്റെ നട്ടെല്ല് വേണം, തന്റെ ഇടം വേണം. അതില്ലാത്തൊരു മുഖ്യമന്ത്രിയായി പോയി നമ്മുടെ പിണറായി എന്ന കാര്യത്തിൽ നമുക്ക് ദുഃഖിക്കാം. അണ്ണാവെ പറ്റി പറഞ്ഞ അദ്ദേഹം BJP-യുടെ തണലിൽ ജീവിക്കുന്ന ഒരു കാട്ടുകുരങ്ങാണ്. അതിന് കലി വന്ന് എന്തൊക്കെ ചെയ്യുന്നറിയോ? കടിക്കും മാന്തം പിച്ചു ചെയ്ത് കീറും. നിർത്തി അങ്ങ് അവമാനിക്കുവാണെന്ന്. അതിനെ തൊടാനും പേടിയാണ്, തൊട്ടില്ലെങ്കിലും പേടിയാണ്. ഇത്ര ഓപ്പണായി സംസാരിക്കുന്ന ആളെ ആദ്യമായിട്ട് കാണാം അല്ലേ ബൈ? ഇത് പിടി, ഒരാള് മുതുകത്തും ഒരാള് നെഞ്ചത്തും കുത്തിയങ്ങടെ എന്നെ കൊല്ല്. ആത്മാർത്ഥതയില്ലാത്ത, നാടോട് കൂറില്ലാത്ത, സത്യസന്ധതയില്ലാത്ത ഒരു മുഖ്യമന്ത്രി കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യത്തെ മുഖ്യമന്ത്രിയാ. ഒരു കാര്യമില്ല. കൺഗ്രാചുലേഷൻ, സമ്മതിച്ചിരിക്കുന്നു. എന്റെ ജീവിതം ഒരിക്കൽ കൂടി കുളം തോണ്ടാൻ വേണ്ടിയാണോടാ നീ ഇങ്ങോട്ട് എഴുന്നള്ളിയിരിക്കുന്നത്? SNC ലാവ്ലിൻ കേസ് 44 തവണ മാറ്റിവെച്ചു. ഒരു തവണ എടുത്താൽ പിണറായി വിജയൻ ജയിലില്ല. വെറുതെ കണഗുണാന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ഇവിടെ നിന്നി തൊള്ളയിട്ട കളിക്കരുത് നീ. അപ്പോ ഇവിടെ പിണറായി വിജയൻ എന്ന് പറയുന്ന ഭീകരജീവിയെ കണ്ട് ഭയപ്പെട്ടിട്ട് പറഞ്ഞു ചെയ്യുന്നൊന്നുമല്ല. അങ്ങനെ പറയരുത്, എല്ലാവരും അങ്ങനെ കാണരുത്, എല്ലാവരും അത്രക്കാരല്ല. എനിക്ക് എന്താണാവോ അയാളുടെ രൂപവും ഭാവവും ഈ കര 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 എന്നുള്ള ശബ്ദവും അയാളാള് ശരിയല്ല. അദ്ദേഹത്തിന് ലക്ഷ്യം കോടാനുകോടികൾ ഉണ്ടാക്കുക. വിവരമില്ലാത്തവനാണെങ്കിലും സത്യം പറയൂ, ഒന്ന് പോടോ ഉപദേശി. ഈ മുഖ്യമന്ത്രിയുടെ കീഴിൽ ഈ കേരളം പോവില്ല. എന്നെ പേടിപ്പിക്കാൻ ഇതൊന്നും പോരാ സാറേ. വിജയ കിടന്ന് നിലവിളിക്കാതെ തെറ്റ് തിരുത്താൻ അവർക്ക് സാധിക്കുന്നില്ല എങ്കിൽ ജനം തെറ്റ് തിരുത്തിക്കും. അത്രേ എനിക്ക് പറയാനുള്ളൂ. പതുക്കെ പറ, വല്ലവരും കേൾക്കും. ചേട്ടാ, അപമാനിച്ചേ ഞാൻ പോയിക്കോട്ടെ. അപമാനത്തിന് തന്നെ അപമാനമാണ് നീ.